അവളുടെ സത്യങ്ങളെല്ലാം കേട്ടപ്പോൾ രാഹുലിന് അവളോടൊരു സഹതാപം തോന്നി. രാഹുൽ അവൾ പറഞ്ഞത് എല്ലാം കേട്ടുനിന്നു. അവൾ പറഞ്ഞു, രാഹുൽ, ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത്. ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കണമെന്നോ നിങ്ങളെ ഫാമിലിയെ ചതിക്കണം എന്നോ ഒന്നും കരുതിയില്ല. ഞാൻ അവനോട് കാലു പിടിച്ചു പറഞ്ഞതാണ് എൻ്റെ ജീവിതം നീ തകർക്കരുത് എന്ന്. പക്ഷേ അവന് പണത്തിന് വേണ്ടി മാത്രം അവൻ എന്നോട് കാണിച്ച സ്നേഹം വെറും അഭിനയം മാത്രം ആയിരുന്നു. അതറിഞ്ഞ അന്നു തന്നെ ഞാൻ അവനുമായുള്ള എല്ലാ റിലേഷൻഷിപ്പും നിർത്തിയതാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇനി രാഹുലിനെ തീരുമാനിക്കാം ഞാനിവിടെ നിൽക്കണോ അതോ പോണോ എന്നൊക്കെ. ഞാൻ രാഹുൽ പറഞ്ഞത് അനുസരിച്ച് ചെയ്യും. രാഹുലിന് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ അവളെ വെറുതെ സംശയിച്ചതാണെന്ന് കരുതി രാഹുലിന് അവളോട് കുറ്റബോധം തോന്നി. അവളുടെ കരഞ്ഞ കണ്ണിലേക്ക് നോക്കി രാഹുൽ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഇതെല്ലാം നിനക്ക് ആദ്യം പറഞ്ഞൂടായിരുന്നോ രേഖ? അതല്ലേ ഇത്രയും പ്രശ്നത്തിന് കാരണമായത്? ഞാൻ നിന്നെ ഒരുപാട് സംശയിച്ചിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞ് രാഹുൽ അവളെ കെട്ടിപ്പിടിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകൾ അവൾ തുടച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇനി അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി നീ വിഷമിക്കണ്ട. നീ അവൻ്റെ ഫോണും മറ്റു ഡീറ്റെയിൽസും എനിക്ക് അയച്ചു താ. ഇനി അവനെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അവൻ അവളിൽ നിന്നും ഇറങ്ങി. അവൻ ഒട്ടും വൈകാതെ തന്നെ അവൻ്റെ ഒരു 3-4 ഫ്രണ്ട്സിനെയും കൂട്ടി അവൾ തന്ന അഡ്രസ്സ് തേടി ഇറങ്ങി. ഒരു ഹോട്ടലിൻ്റെ അഡ്രസ്സായിരുന്നു അത്. ആ ഹോട്ടലിലെത്തി റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ആ ആൾ വെക്കറ്റ് ചെയ്തെന്ന് അവർക്ക് മനസ്സിലായി. രാഹുൽ റിസപ്ഷനിലുള്ളവരോട് ചോദിച്ചു, ഈ ആളെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും പരിചയമുണ്ടോ? ആ, ഈ സാർ ഇന്നലെ രാത്രി വർക്കൗട്ട് ചെയ്തതാണല്ലോ. ആ, ഓക്കെ. ഇനി ഈ സാറിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ അറിയുകയാണെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ ഒരു കാർഡ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അല്ല സാർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ് ഇല്ലടോ, പ്രോബ്ലം ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, കാണാതായിട്ട് 2-3 ദിവസമായി. അപ്പോൾ അവനെ തിരക്കി ഇറങ്ങിയതാണ്. ഇവിടെ ഉണ്ടെന്നൊരു സൂചന കിട്ടി, അതാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തനിക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് കോൾ ആക്കട്ടോ. ആ, ഓക്കെ സാർ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി. അപ്പോൾ ഷുഗർ, ഉറപ്പായിട്ടും അവൻക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവൻ പോയ വഴികളിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിച്ച് നോക്കാം. ചിലപ്പോൾ അവനെ കിട്ടിയാലോ.